ഏത് രാജ്യത്തെ ലീഗായാലും പെപ് ഗാർഡിയോളയ്ക്ക് ഒരു കാര്യം നിർബന്ധമാണ്: കിരീടങ്ങൾ. സ്പാനിഷ് ലീഗ് ക്ലബ്ബായ ബാഴ്സലോണയ്ക്കൊപ്പം 14 കിരീടങ്ങൾ, ജർമ്മൻ ക്ലബ്ബായ ബയേൺ മ്യൂണിക്കിനൊപ്പം 7 കിരീടങ്ങൾ, മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം 17. വെറും 15 സീസൺ കൊണ്ടാണ് ലോക ഫുട്ബോളിലെ വിലപിടിപ്പുള്ള 38 കിരീടം പെപ് നേടിയത്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ഫെർഗൂസൻ 48 കിരീടം സ്വന്തമാക്കിയത് 34 വർഷം നീണ്ട കാലം കൊണ്ടാണ്. 53 വയസ്സ് മാത്രം പ്രായമുള്ള പെപ്പിന് മുന്നിൽ നീണ്ട പരിശീലനകാലം ബാക്കി നിൽക്കെ ഫെർഗൂസന്റെ നേട്ടം ഉടൻ തന്നെ പഴങ്കഥയായേക്കാം. തന്നെ പ്രചോദിപ്പിക്കാനുള്ള ഫാക്ടർ എന്തെങ്കിലും ഉണ്ടായിരിക്കുക എന്നതാണ് നേട്ടത്തിന് പിന്നിൽ പെപ് കണ്ടെത്തുന്ന തന്ത്രം. സ്വയം വെല്ലുവിളികൾക്ക് വിട്ടുകൊടുക്കുക എന്നതാണത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇതുവരെ ഒരു ടീമും നേടാത്ത തുടർച്ചയായ 4ാം കിരീടമായിരുന്നു പെപ്പിൻ്റെ അവസാന ടാർഗറ്റ്. പെപ് ക്ലബ്ബിൽ നിൽക്കുക എന്നത് അദ്ദേഹത്തിനേക്കാൾ പലപ്പോഴും ആവശ്യം ആ ക്ലബ്ബുകൾക്കാണ്. 14 കിരീടം നേടിക്കൊടുത്ത് ബാഴ്സയുടെ സ്പാനിഷ് തട്ടകത്തിൽ നിന്ന് പിന്മാറുമ്പോൾ കാറ്റലോണിയ മാനേജ്മെൻറ്റും കഴിയുന്നത്ര ശ്രമിച്ചതാണ്. ഇനി തനിക്ക് നേരിടാൻ മാത്രം പാകത്തിൽ ബാഴ്സയിൽ വെല്ലുവിളികളില്ലായിരുന്നു എന്നായിരുന്നു പെപ് സ്റ്റാൻഡ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീമുകൾ പെപ് വയ്ക്കുന്ന ഏത് ഓഫറും സ്വീകരിക്കാൻ തയ്യാറായപ്പോഴും അവർക്കൊന്നും പിടികൊടുക്കാതെ അമേരിക്കയിലേക്ക് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് പോയി. പിന്നീട് തിരിച്ചു വന്ന ബുണ്ടസ് ലീഗയിൽ ബയേൺ മ്യൂണിക്കിനൊപ്പം ചേർന്നു. 7 കിരീടങ്ങളാണ് ബയേണിനൊപ്പം പെപ് നേടിയത്. അവിടെ നിന്നും 2016 സിറ്റിയിലെത്തി. കഴിഞ്ഞ വർഷം മാത്രം 5 കിരീടങ്ങൾ. പ്രീമിയർ ലീഗിനൊപ്പം FA കപ്പും സൂപ്പർ കപ്പും ചാമ്പ്യൻസ് ലീഗും ക്ലബ് ലോകകപ്പും നേടി ഒരു ക്ലബിന് നേടാവുന്ന എല്ലാ കിരീടവും നേടിക്കൊടുത്തു കഴിഞ്ഞ തവണ പെപ്. എത്രയോ വർഷങ്ങളുടെ ചരിത്രമുള്ള പ്രീമിയർ ലീഗിൽ 100 പോയിന്റ് എന്ന ആരും തൊടാത്ത നേട്ടത്തിലേക്ക് സിറ്റി എത്തിയതും ഗാർഡിയോളയുടെ കാലത്താണ്. 136 വർഷത്തിനിടെ മാഞ്ചസ്റ്റർ സിറ്റി നേടിയ ട്രോഫികളുടെ എണ്ണം വെറും 8 വർഷം കൊണ്ട് നേടി എന്ന് പറയുമ്പോൾ തന്നെ ആ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരേ സമയം ടോട്ടൽ ഫുട്ബോളിനെയും പൊസിഷൻ ഫുട്ബോളിനെയും ഉപയോഗിച്ചു. ക്രൈഫിന് കീഴിൽ മനോഹര ഫുട്ബോൾ ബാഴ്സയ്ക്കൊപ്പം കളിച്ചു തുടങ്ങിയപ്പോൾ പരിശീലനത്തിലും കളിയുടെ ഭംഗി കാത്തു. ഭംഗിക്കൊപ്പം കളി ജയിക്കുക എന്ന തന്ത്രം ഏറ്റവും മനോഹരമാക്കി നടപ്പിലാക്കി. ഈ സീസണിൽ പെപ്പിന് ഇനി ബാക്കിയുള്ളത് FA കപ്പ് ഫൈനൽ കൂടിയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള FA കപ്പ് കിരീടം കൂടി നേടിയാൽ സിറ്റിക്കൊപ്പം 18ാമത്തെയും കരിയറിലെ 39ാം കിരീട നേട്ടവും കൂടിയാകും അത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.